ഹായ് നമസ്കാരം. ന്യൂസിലാൻഡിലെ പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിതീഷ്. ഞാൻ ആതിര. നമ്മൾ നാട്ടിൽ ആപ്പിൾ വാങ്ങാൻ പോകുമ്പോൾ എന്താ ചെയ്യുന്നത്? നേരെ കടയിൽ ചെന്നിട്ട് 1 കിലോ അല്ലെങ്കിൽ 2 കിലോ ആപ്പിൾ എന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് വരും അല്ലേ? പക്ഷേ ഇവിടെ ന്യൂസിലാൻഡിൽ വന്നതിന് ശേഷമാണ് ഈ ആപ്പിളുകൾക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ടെന്നും ആ ഓരോ വെറൈറ്റിക്കും പല ടേസ്റ്റുമാണെന്ന് നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ആപ്പിൾസ് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കത് നോക്കാം പറയുന്നത്. സോ ഫസ്റ്റ് വെറൈറ്റി ഇവിടെ ഏറ്റവും പോപ്പുലർ ആയിട്ട് കിട്ടുന്ന റോയൽ ഗാലയാണ്. ഇത് നല്ല സ്വീറ്റുമാണ്, അതുപോലെ തന്നെ കുറച്ച് ക്രിസ്പിയാണ്, പിന്നെ ചെറിയൊരു പുളിയേ ഉള്ളൂ. നെക്സ്റ്റ് വെറൈറ്റി ബ്രബൺ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ടേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ് ആണ്, ഇത്തിരി ടാർട്ടാണ്, ക്രിസ്പാണ്. നമ്മുടെ നെക്സ്റ്റ് വെറൈറ്റി ഇത് ഗ്രാനി സ്മിത്ത് എന്ന് പറയും. ഇത് ഗ്രീൻ ആപ്പിൾ ആണ്. ഇത് യൂഷ്വലി നല്ല പുളിയാണ്, അതുപോലെ ഇത് ഇവിടെ പിക്കിൾസ് ഒക്കെ ഇടാനാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ആംബ്രോസിയ. ഇതിന് നല്ല ഹണി ടേസ്റ്റ് ആണ്, സ്വീറ്റ് ആണ്, ക്രിസ്പാണ്. അടുത്ത വെറൈറ്റി നമ്മുടെ ഒരു സ്വീറ്റ് ആൻഡ് ഗോ എന്ന് പറയും. ഇത് ഒരു ഹണി ടേസ്റ്റ് ഒക്കെ വരുന്ന ഒരു ആപ്പിളാണ്, അതുപോലെ തന്നെ ഒരു സിട്രസ് ഫ്ലേവർ അതൊക്കെ വരുന്ന ഒരു ആപ്പിളാണ് ഈ ഒരു വെറൈറ്റി സ്വീറ്റ് ആൻഡ് ഗോ. ഈവിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നൊരു ബാലൻസ്ഡ് ആണ്. എന്നാലും മിക്കപ്പോഴും ഞാൻ ഈവ് കഴിച്ചപ്പോൾ പുളിയാണ് കൂടുതലായിട്ട് മുന്നിട്ട് നിന്ന് കണ്ടേക്കുന്നത്. നെക്സ്റ്റ് വെറൈറ്റി A1 പ്രീമിയം ആപ്പിൾസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിളാണ്. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്, അതുപോലെ തന്നെ ഇത് നല്ല സ്വീറ്റുമാണ്. ഇതിനകത്ത് അങ്ങനെ പുളിയൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം ആപ്പിളാണിത്. യുദ്ധഭൂമിയിലെ ലാസ്റ്റ് ബട്ടനാണ് സ്മിറ്റ്. ഇത് ആപ്പിൾ വെറൈറ്റികളിൽ തന്നെ ഇച്ചിരി പുളിയുള്ള ടൈപ്പാണ്. എന്നാൽ ഗ്രാനി സ്മിത്ത് പോലെ അത്ര പുളിയല്ല, പുളിയുടെ കൂടെ ചെറിയ മധുരമുണ്ട്. എന്നാലും നമ്മൾ സാലഡ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ്.